ആൾ, ഇന്ന് നമുക്ക് ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡെവലപ്മെന്റ് ബാങ്ക് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ ഡെവലപ്മെന്റ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വരുന്നുണ്ട്. അതിൽ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക്? ഒരു നേഷന്റെ ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോ ആ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ആ നേഷന്റെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും ഇനി അതുപോലുള്ള മറ്റു കീ സെക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓവറോൾ എക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ബാങ്കുകളാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ലെൻഡിങ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് മറ്റു കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡ് ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് they accept deposit and lend money, but development banks അവർ deposit accept ചെയ്യുന്നില്ല and they are lending money. എങ്ങനത്തെ ലോണാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? they provide medium term as well as long term loans to the industrial concerns for supporting them. Thus we can understand that they provide financial assistance. എന്നാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമാണോ ഡെവലപ്മെന്റ് ബാങ്ക്സ് കൊടുക്കുന്നത്? അല്ല. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ കൂടെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനുള്ള സപ്പോർട്ടും കൊടുക്കും. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇസ് നോട്ട് വെരി സിമ്പിൾ. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോൾ ഓഫ് ഗ്യാപ് ഫില്ലർ. അങ്ങനെ റോള് കൂടിയുണ്ട് ഡെവലപ്മെന്റ് ബാങ്ക്സിന്. എന്ന് വെച്ചാൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് അതിനെ ഒരു അസിസ്റ്റ് ചെയ്യുന്ന റോളാണ് ഡെവലപ്മെന്റ് ബാങ്ക്സിൽ ഉള്ളത്. അതിൽ നിന്ന് തികയാതെ വരുന്ന ആ ഗ്യാപ്പാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഫില്ല് ചെയ്യുന്നത്. സോ ഡെവലപ്മെന്റ് ബാങ്ക്സ് പ്ലേ ദ റോൾ ഓഫ് എ ഗ്യാപ് ഫില്ലർ. ഇനിയും ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് it accelerates the pace of growth. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അഗ്രികൾച്ചർ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ആ ഗ്രോത്തിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നുണ്ട്. ആൻഡ് they serve public interest. And in addition to that, the development banks, they react to the socio-economic needs of the people. ഇത്രയുമാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേഷന് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങൾ. ഇനി ഡെവലപ്മെന്റ് ബാങ്ക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. അതില് ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ബാങ്ക്സ് അതിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത് നേഷൻ വൈഡ് ആണ്, ഫോർ ദ ഹോൾ നേഷൻ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് IDBI, IFCI, SIDBI, എക്സെട്ര. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് IFCI എന്താണെന്ന് നോക്കാം. IFCI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്മെന്റ് ബാങ്ക്. ആൻഡ് ഇറ്റ് വാസ് സെറ്റ് അപ്പ് ഇൻ 1948. 1948 എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്മെന്റ് ബാങ്കാണ് IFCI ഓർ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ IFCI BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതൊരു പബ്ലിക് സെക്ടർ കമ്പനിയുമാണ്. സോ നമുക്ക് IFCI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് സഹായിക്കും എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. കാരണം അതൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. പബ്ലിക് സെക്ടേഴ്സ് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടേഴ്സും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻഡ് IFCI provide assistance to a number of diversified sectors in the country like airport, road, telecommunication and many other service sectors and allied sectors.
IFCI സഹായിക്കുന്നുണ്ട്. ഇതാണ് IFCI. Our next financial institution is ICICI, Industrial Credit and Investment Corporation of India. അത് 1955 ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ് ഇൻഡസ്ട്രിയൽ കൺസേൺ എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICICI ഫോം ചെയ്തത്. പിന്നീട് ഈ 1955 ഇത് ഫോം ചെയ്തതിനു ശേഷം 1994 ICICIയുടെ തന്നെ ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ട് ICICI ബാങ്ക് ഫോം ചെയ്തു. ICICIയുടെ ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിരുന്നു ICICI ബാങ്ക്. After that, ICICI merged with the ICICI bank. നമ്മുടെ പാരന്റ് കമ്പനി ICICI ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഇപ്പൊ അതൊരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയാണ്. ഈ കമ്പനി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷനെ സെറ്റപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ക്രിസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൊഫഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ആ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സെറ്റപ്പ് ചെയ്യാനൊക്കെ ICICI സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ NCDEX എന്ന് വെച്ചാൽ നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്, പിന്നെ EDII, ഇതൊക്കെ സപ്പോർട്ട് ചെയ്തത് ICICI ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ICICI. ആദ്യം ICICI ആയിട്ട് ഫോം ചെയ്തു, പിന്നെ അത് ICICI ബാങ്ക് അതിന്റെ തന്നെ സബ്സിഡിയറിയുമായിട്ട് മെർജ് ചെയ്ത് ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ആയിട്ട് മാറി. പക്ഷെ ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. Then our next institution is IDBI, Industrial Development Bank of India. IDBI was set up by passing IDBI Act in the year 1964. അപ്പോൾ IDBI Act പാസ് ചെയ്തുകൊണ്ട് 1964 IDBI ഫോം ചെയ്തത്. And it was set up as a wholly owned subsidiary of the Reserve Bank of India. പിന്നീട് അത് റിസർവ് ബാങ്കിൽ നിന്ന് ഡീലിങ്ക് ചെയ്തു in the year 1976. എന്നിട്ട് ആ ഷെയർസ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓണർഷിപ്പ് മുഴുവനായും കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം IDBI സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഓട്ടോണമസ് ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. IDBI ഫോം ചെയ്തത് എല്ലാ ഇൻഡസ്ട്രിയൽ കൺസേൺസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു അപെക്സ് ബോഡി ആകാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു serve as an apex body to coordinate the activities of all the financial institutions in the country. അപ്പോൾ അപെക്സ് ബോഡി ആയിട്ട് ഫോം ചെയ്തതാണ്. അതോടുകൂടി തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആവശ്യമുള്ളൊരു റിസർവോയർ ആയിട്ടും IDBI ഫംഗ്ഷൻ ചെയ്തിരുന്നു. പിന്നീട് 40 വർഷത്തോളം IDBI ആ ഒരു ഫോമിൽ തന്നെയാണ് പ്രൊസീഡ് ചെയ്തത്. ആൻഡ് ഇൻ 2004 IDBI ട്രാൻസ്ഫേർഡ് ഇൻടു IDBI ബാങ്ക്. IDBI ബാങ്ക് ആയിട്ട് മാറുകയായിരുന്നു. IDBIക്ക് ഒരുപാട് സബ്സിഡിയറി കമ്പനീസ് ഉണ്ടായിരുന്നു, ലൈക്ക് സിഡ്ബി. ഈ IDBI ബാങ്ക് തന്നെ IDBIയുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ട് ഫോം ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളെ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് IDBI, ലൈക്ക് ദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, OTCEI. അതിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് IDBI. അതിനൊക്കെ ശേഷം 2004 IDBI ബാങ്ക് ആയിട്ട് മാറുന്നത്. ഇപ്പൊ അതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടാണ് ഡീകാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടാണ് ഇപ്പോൾ IDBI വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് IDBI കുറിച്ച് പറയാനുള്ളത്. പിന്നെ IDBIയുടെ 51% ഓഫ് ദി ഷെയർസും ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് LIC ആണ്. ഈ ഷെയർ വാങ്ങുന്ന പ്രക്രിയ LIC 51% കംപ്ലീറ്റ് ചെയ്തത് 2019 ഇയറിലാണ്, ഇൻ ജാനുവരി 2019. അപ്പോൾ 2019 കൂടിയിട്ട് IDBIയുടെ 51% ഷെയറും വാങ്ങിച്ചുകൊണ്ട് മേജർ ഷെയർ ഹോൾഡർ ആയി നിൽക്കുന്നത് LIC ആണ്. That's all about IDBI. Our next development financial institution is SIDBI, or the Small Industries Development Bank of India. It was set up in the year 1990 by passing SIDBI Act. അപ്പോൾ SIDBI Act പാസ് ചെയ്തുകൊണ്ട് 1990 SIDBI ഫോം ചെയ്തത്. അതും
IDBIയുടെ ഒരു ഹോളി ഓൺ സബ്സിഡിയറി ആയിട്ടാണ് സിഡ്ബി ഫോം ചെയ്തത്. പിന്നീട് IDBI അവരുടെ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗും ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്തു. സിഡ്ബിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് MSME സെക്ടറിനെ സഹായിക്കുക എന്നതാണ്. MSME സെക്ടർ എന്നാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ ലാർജ് എന്റർപ്രൈസസിൽ നിന്നും വിപരീതമായിട്ട് നമുക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് ചെയ്യുന്നതിൽ നിന്നെല്ലാം ഡിഫറൻസ് ആയിക്കൊണ്ട് സിഡ്ബി സപ്പോർട്ട് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രീസിനെയാണ്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനല്ല സിഡ്ബി സപ്പോർട്ട് ചെയ്യുന്നത്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSMEസിനെയാണ്. ഈ സിഡ്ബിയുടെ ഷെയർസ് പിന്നീട് ഒരുപാട് കമ്പനികൾ, ഒരുപാട് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഈവൻ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് IDBI ബാങ്ക്. ഇപ്പോൾ സിഡ്ബിയുടെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതും 16.7% ഓഫ് ദ ഷെയർസ്. പിന്നെ 15.5% ഓഫ് ദ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദെൻ കംസ് LIC 14.5%. പിന്നെ നബാർഡ് 10%. അങ്ങനെ ഒരുപാട് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ സിഡ്ബിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, വിജയ ബാങ്ക്, അലഹാബാദ് ബാങ്ക്, UCO ബാങ്ക്. നേരത്തെ സിഡ്ബിയുടെ മെയിൻ സ്പോൺസർ ആയിരുന്ന IDBI ബാങ്കും അതിൽ ഉൾപ്പെടുന്നു. ഇതാണ് സിഡ്ബിയെ കുറിച്ച് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. And our next financial institution is IIBI, Industrial Investment Bank of India. IIBI ഫോം ചെയ്തത് IIBI ആയിട്ടല്ലായിരുന്നു. 1973 IRCI ആയിട്ടാണ് IIBI ഫോം ചെയ്തത്. IRCI മീൻസ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയലി സിക്ക് ആയിട്ടുള്ള യൂണിറ്റ്സിനെ പ്രിവെന്റ് ആൻഡ് ക്യൂർ ചെയ്യാനുള്ള ഒരു റീഹാബിലിറ്റേറ്റിംഗ് സപ്പോർട്ടർ ആയിട്ടാണ് IRCI ഫോം ചെയ്തത്. പിന്നീട് 1985 IRCI IRBI ആയിട്ട് മാറി, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻ ദ ഇയർ 1985. അങ്ങനെയായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. പിന്നീട് അത് 1997 IIBI ആയിട്ട് റീഫോം ചെയ്യായിരുന്നു, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മെയിൻ ഫംഗ്ഷൻ ഇത് തന്നെയായിരുന്നു, ടു റീഹാബിലിറ്റേറ്റ് ദ ഇൻഡസ്ട്രിയലി സിക്ക് യൂണിറ്റ്സ്. And after that, in 2005, IIBI, IDBIയുമായിട്ടും IFCIയുമായിട്ടും ഒരു മെർജറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തു. IIBI അത് റിഫ്യൂസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇൻ 2012 IIBI വാസ് ക്ലോസ് ഡൗൺ. എന്ന് വെച്ചാൽ ഇപ്പോൾ IIBI ഇല്ല. 2012 IIBI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പല പുസ്തകങ്ങളിലും IIBI കാണുന്നുണ്ട്. സോ ഇത്രയാണ് IIBIയെ കുറിച്ച് പറയാനുള്ളത്. അത് ക്ലോസ് ചെയ്ത് പോയത് കൊണ്ട് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ പല ബുക്സിലും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സിലബസ് അതിനുശേഷം റീഫ്രെയിം ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് IIBI എന്താണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, IIBIയുടെ ഫംഗ്ഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മളൊന്ന് ബ്രീഫ് ഔട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.